കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപ്രകാരം കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ ബസ് യാത്രാ സൗജന്യം, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ മാസത്തേക്ക് കൊടുക്കും. ഇതൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നടപ്പിലാക്കുന്ന ഒരു പരിപാടി തന്നെയാണ്, പദ്ധതി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് ഇത് തന്നെ മന്ത്രിസഭയിൽ ആദ്യമായി പാസ്സാക്കിക്കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര KSRTCയിൽ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യ പഠിക്കാനുള്ള അതുപോലെ തന്നെ പെൻഷൻ 3000 കൂട്ടിക്കൊടുക്കൽ, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്തായാലും കോൺഗ്രസ് ഒന്ന് ഉറപ്പായിട്ടും അത് നടപ്പിലാക്കും. ആരോഗ്യ ഇൻഷുറൻസ് കേരളം ഏറ്റവും അനുഭവിക്കുന്നതാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ. 25 ലക്ഷം രൂപ വരെയാണ് ഒരു കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്ന പ്രഖ്യാപനം തന്നെയാണോ? തീർച്ചയായിട്ടും കോൺഗ്രസിന് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാ കാര്യങ്ങളും 5 കാര്യങ്ങളും തീർച്ചയായിട്ടും ഇവിടെ നടപ്പിലാക്കും. അതിലൊരു വിശ്വാസമുള്ളതാണ്. അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അത് നല്ലൊരു ഇതാണ്. നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലെ പോലെ തന്നെ നമുക്ക് കേരളത്തിലും വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. നല്ല കാര്യമാണ്, പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ അധികം വിദ്യാഭ്യാസ സമ്പന്നർ കൂടുതലാണ് നമുക്ക് കേരളത്തിൽ. പക്ഷെ നമുക്ക് പല ആൾക്കാരും നമ്മൾ പുറത്തു പോയിട്ടാണ് അവർ പഠിക്കണതും അതുപോലെ തന്നെ ജോലി എടുക്കുന്നതും. പക്ഷെ നമുക്ക് സംരംഭം വരികയാണെങ്കിൽ അത് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് അത് കാരണമാകും, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് എത്തും. അതെ, ഞാൻ ആക്ച്വലി കർണാടകയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ വന്നാൽ നല്ലതായിരിക്കും. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാകുമെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ബസ് യാത്ര സ്ത്രീകൾക്ക് കിട്ടുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാകും. അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ, അപ്പോൾ അങ്ങനെ ഗുണകരമാവും. പക്ഷേ നോർമൽ ടാക്സ് പെയർ എന്ന രീതിക്ക് അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം ടാക്സ് പെയറിൻ്റെ കാശിൽ നിന്നാണല്ലോ ഈ കാശെല്ലാം പോകുന്നത്. അതുകൊണ്ട് നല്ലതല്ലാന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം സ്ത്രീകൾക്ക് മാത്രം സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു വില കുറച്ച് എല്ലാവർക്കും അത് ഉപയോഗമാവുന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കും എന്നാണ്. വളരെ നല്ലൊരു അഭിപ്രായമാണ്. ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാവും മൊത്തത്തിൽ. കുറച്ച് പൈസ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. സാമ്പത്തിക ബാധ്യത കൂടത്തല്ലേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർക്ക് മരുന്ന് വാങ്ങിക്കാനും ഉള്ളൊരു നല്ലൊരു കാര്യമുള്ളത്. സ്ത്രീകളുടെ ബസ് യാത്രയുടെ കേസാണ്. ഇപ്പോൾ പുരുഷന്മാർ വരുന്നുണ്ടല്ലോ, അവർക്കും സൗജന്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കമൻസൊക്കെ വരുന്നുണ്ടല്ലോ, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഫിനാൻഷ്യലായിട്ട് നമ്മുടെ ഇവിടെ തന്നെ വരുമാനമൊന്നും ഇല്ലല്ലോ. കേരളത്തിൽ തന്നെ വരുമാനമുള്ളത് ആകെ മദ്യമുണ്ട്, ലോട്ടറി ഉണ്ട്. അതിലെന്ത് വരുമാനമുള്ളത്? ഒന്നുമില്ലല്ലോ. അതിലൊന്നും പ്രതീക്ഷിക്കില്ല. നല്ല യുവജനങ്ങളൊന്നും ഇവിടെ നിൽക്കാത്തത് അതുകൊണ്ടാണല്ലോ. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള കുറേ മാറ്റങ്ങളൊക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കണം. പുതിയ വ്യവസായങ്ങൾ വരണം, എന്നാലല്ലേ ഒരു മെച്ചമൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇനി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അവരൊക്കെ വികസനത്തിൻ്റെ മുന്നോടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്തെല്ലാം ഇൻഡസ്ട്രികൾ വന്നുകൊണ്ടിരിക്കണം അവിടെ. നമ്മൾ മാറി ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതാണ്.